എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും. വിശദമായ വാർത്തയിലേക്ക് പോകാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 5ാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാകും. കാരണം അതിന് നമുക്കൊരു കാര്യത്തെ പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റുന്നത് ഇന്ന് അതിൻ്റെ വാല്യുവേഷൻ ആരംഭിച്ചു. 5ാം സെമസ്റ്റർ പരീക്ഷയുടെ വാല്യുവേഷൻ ഇന്ന് മുതൽ എന്ത് ചെയ്തേക്കാണ്, ആരംഭിച്ചിരിക്കുകയാണ്. സെൻട്രലൈസ്ഡ് വാല്യുവേഷൻ അല്ല, കോളേജ് ലെവൽ വാല്യുവേഷനാണ്. നിങ്ങളുടെ കോളേജിലെ അധ്യാപകർ തന്നെയാണ് നിങ്ങളുടെ പേപ്പർ വാല്യുവേഷൻ ചെയ്യുന്നത്. സെൻട്രലൈസ്ഡ് വാല്യൂസ്, യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വാല്യുവേഷൻ അല്ല. അതുകൊണ്ട് തന്നെ അത് വാല്യുവേഷൻ ലിബറൽ ആണോ സ്ട്രിക്റ്റ് ആണോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, വാല്യുവേഷൻ ലിബറലാണ്. എന്നാൽ പോലും വെറുതെ മാർക്കിട്ട് തരികയൊന്നുമില്ല. നിങ്ങൾ എഴുതിയതിന് മാത്രമാണ് മാർക്കിട്ട് തരിക. എന്നാലും വാല്യുവേഷൻ ലിബറലാണ്. വാല്യുവേഷൻ ലിബറലാണ് എന്ന് വെച്ച് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ട, വെറുതെ എന്ത് ചെയ്യില്ല, മാർക്കിട്ട് തരില്ല. ഞാൻ ആദ്യമേ പറയുന്നുണ്ട്, വെള്ള പേപ്പറിൽ ഒരിക്കലും നമുക്ക് മാർക്കിടാൻ പറ്റുകയില്ല. അതുപോലെ തന്നെയാണ് വെറുതെ ഒരു മാർക്ക് പോലും അധികം കിട്ടില്ല. നിങ്ങൾക്ക് അർഹതപ്പെട്ട മാർക്കായിരിക്കും നിങ്ങൾക്ക് എന്തായാലും കിട്ടുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് വിചാരിച്ച മാർക്ക് നിങ്ങൾ കിട്ടിയിട്ട്, അതായത് നിങ്ങൾ ഒരു വിദ്യാർത്ഥി, നല്ലൊരു പഠിക്കുന്ന വിദ്യാർത്ഥി ഇത്ര മാർക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു, ആ വിദ്യാർത്ഥിക്ക് ആ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റീവാലുവേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കാം. റീവാലുവേഷൻ നൽകുമ്പോൾ മറ്റൊരു അധ്യാപകരായിരിക്കും എന്തായാലും പേപ്പർ നോക്കുക. അപ്പോൾ റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുക. യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വിചാരിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, ഈ മാസം അവസാനത്തോടെ 30-31 കൂടി തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാം. മാക്സിമം വൈകിപ്പോയി കഴിഞ്ഞാൽ ജനുവരി ആദ്യ ആഴ്ചയിൽ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിക്കാം. കാരണം ഇന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം എന്താണ്, തിങ്കളാഴ്ചയാണ്. ഇത് വീഡിയോ പബ്ലിഷ് ചെയ്യുക ചൊവ്വാഴ്ച, നാളെ ആയിരിക്കും പബ്ലിഷ് ചെയ്യുക. നാളെയാണ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ ചൊവ്വാഴ്ചയാണ് ഞാൻ പബ്ലിഷ് ചെയ്യുക. ഇന്ന് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച റെക്കോർഡ് ചെയ്യുന്ന തിങ്കളാഴ്ചയാണ്. ചൊവ്വാഴ്ചയാണ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ തിങ്കളാഴ്ച, അതായത് ഡിസംബർ 16 എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിസംബർ 16 വാല്യുവേഷൻ സ്റ്റാർട്ടായിരിക്കുകയാണ്. നിങ്ങളുടെ പേപ്പറുകൾ നോക്കാൻ തുടങ്ങി. അത് വിത്തിൻ 1 വീക്കിനകം, 5-6 ദിവസത്തിനകം തന്നെ പേപ്പർ നോക്കും. വിത്തിൻ 1 വീക്കായിരിക്കും വാല്യുവേഷൻ ഉണ്ടാകുക. അതിനുശേഷം നിങ്ങളുടെ മാർക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 5ാം സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ക്യാമ്പ് ഇന്ന് മുതൽ ആരംഭിച്ചു. വിത്തിൻ 5-6 ദിവസത്തിനകം വാല്യുവേഷൻ പൂർത്തിയാകും. അതിനുശേഷം നിങ്ങളുടെ മാർക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. അതിനുശേഷമായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്ന നടപടികളിലേക്ക് പോവുക. അപ്പോൾ എന്തെങ്കിലും അറിയിപ്പുകൾ ലഭിക്കുന്ന പക്ഷം വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കും. പിന്നെ 5ാം സെമസ്റ്ററിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു എന്ന് പറഞ്ഞൊരു പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയ കാണുന്നവരെ, മൈ നെയിം ഈസ് കറിയ ഫ്രം ട്രസ്റ്റ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.